ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു സാദിസ്, ആറാം പാഠം. അദ്ദർസു സാദിസ്. അസ്സലാത്തു അലാ മയ്യിത്തി, മയ്യിത്ത് നിസ്കാരം. ലിസ്സലാത്തിൽ മയ്യിത്തി ശർത്താനി മഅ സായിരി ശുറൂതി സലവാത്തി, മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുക്കൾക്ക് പുറമെ മയ്യിത്ത് നിസ്കാരത്തിന് 2 ഷർത്ത് കൂടിയുണ്ട്. എന്താണ് 2 ഷർത്ത്? ഒന്ന്, തഖദ്ദുമു തുഹരിൽ മയ്യിത്തി, മയ്യിത്തിനെ ശുദ്ധിയാക്കൽ മുൻകടക്കുക. ഫമൻ തതഅസ്സറു തുഹറഹു ഫലാ യുസല്ലു അലൈഹി, കുളിപ്പിക്കൽ സാധിക്കാത്ത വിധം മരണപ്പെട്ട വ്യക്തിയുടെ മേൽ നിസ്കരിക്കേണ്ടതില്ല. കുളിപ്പിക്കാൻ സാധിക്കാത്ത വിധം, കാരണം ഒരു മയ്യിത്തിനെ കുളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കുളിപ്പിക്കാൻ സാധിക്കാത്ത വിധം മരണപ്പെട്ട വ്യക്തിയുടെ മേൽ നിസ്കരിക്കേണ്ടതില്ല. 2, എല്ലാ യതഖദ്ദമൽ മുസല്ലി അലാ മയ്യിത്തിൽ ഹാളിരി വലൗ ഫീ ഖബരി, നിസ്കരിക്കുന്നവൻ ഹാജറുള്ള മയ്യിത്തിനേക്കാൾ മുൻകടക്കാതിരിക്കുക. അത് ഖബറിലാണെങ്കിലും ശരി. നിസ്കരിക്കുന്നവൻ ഹാജറുള്ള മയ്യിത്തിനേക്കാൾ മുൻകടക്കാതിരിക്കുക. നിസ്കരിക്കാൻ നിസ്കാരത്തിന് മുന്നിൽ മയ്യിത്ത് ഉണ്ടതിനേക്കാൾ കൂടെ മുൻകടക്കാതിരിക്കുക. അത് ഖബറിലാണെങ്കിലും. അർക്കുനു സലാസ ജനാസത്തി സബഅത്ത്, മയ്യിത്ത് നിസ്കാരത്തിന്റെ ഫർളുകൾ 7ആണ്. ഫർളുകൾ 7ആണ്. 1, നിയ്യത്ത്. ഒന്നാമത്തത് നിയ്യത്ത്. ഖസ്ലുൽ ഫർളി അലാ ഹാദൽ മയ്യിത്തി 4 തക്ബീറത്തുൻ മുതവാജിഹൻ ഇലാ ഖിബ്ലത്തില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഖിബിലയിലേക്ക് തിരിഞ്ഞു ഈ മയ്യിത്തിന്റെ മേൽ 4 തക്ബീറുകളോട് ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക. അപ്പം മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്നാണ്? അല്ലാഹുവിന് വേണ്ടി ഖിബിലയിലേക്ക് തിരിഞ്ഞു ഈ മയ്യിത്തിന്റെ മേൽ 4 തക്ബീറുകളോട് കൂടി ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത്. 2, അൽ ഖിയാമു ലിൽ ഖാദിരി, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക. കഴിവുള്ളവർ എന്തായാലും നിന്ന് നിസ്കരിക്കലാണ് അതിന് കൂടി കുറച്ച് കൂടുതൽ. 3, 4 തക്ബീറാത്ത്, 4 തക്ബീറുകളുണ്ട്. 4 തക്ബീറാത്ത്. യുസന്ന ഫീഹാ റഫ്ഉൽ യദൈനി വവളഉഹുമാ തഹ്ത സദ്രിഹി, തക്ബീറുകളിൽ കൈകൾ ഉയർത്തുന്നത് നെഞ്ചിനു താഴെ കെട്ടുന്നതും സുന്നത്താണ്. തക്ബീറുകളിൽ കൈകൾ ഉയർത്തുന്നതും നെഞ്ചിനു താഴെ കെട്ടുന്നതിനും സുന്നത്താണ്. വയുസന്ന ലിൽ ഇമാമി ജഹ്റ ബിഹാ, ഇമാമ് തക്ബീറുകൾ ഉറക്കെ ചൊല്ലുന്നതും സുന്നത്താണ്. അത് സുന്നത്താണ്. ഫഇൻ ഖമ്മസ തക്ബീറ ലം തബ്തുൽ, ഒരാൾ 5 തക്ബീറുകൾ ചൊല്ലിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല. 4, ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുക. യുസന്ന ഇസ്റാറു ബി ഖിറാഅത്തി വതഅവ്വുസു വതഅമീനു, ശബ്ദം മുയർത്താതെ ഓതലും
ഔസും ആമീനും ചൊല്ലലും സുന്നത്താണ്. ഔസും ആമീനും ചൊല്ലലും സുന്നത്താണ്. ദുനഫ്തിഹ വസുറൂരിൻ ഇല്ലാ അലാ ഗായിബിൻ ഔ അലാ ഖബറി. വജ്ജഹത്തുവോ സൂറത്തോ ഓതേണ്ടതില്ല. എന്നാൽ മറഞ്ഞ മയ്യിത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഖബറിന്മേലോ ആണെങ്കിൽ ഇവ ഓതാവുന്നതാണ്. 5. അസ്സലാത്തു അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തക്ബീറത്തു സാനിയ. 2 തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അഖല്ലുഹ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅക്മലുഹ സ്വലാത്തു ഇബ്രാഹിമിയ്യത്തു. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നാണ്. പരിപൂർണമായ ഇബ്രാഹിമിയ സലാത്തും. 6. ദുആഉ ഉഖ്റവിയ്യുൻ ലിൽ മയ്യിത്തി ബിഖുസൂസിഹി ബഅദ തക്ബീറത്തി സാലിസത്തി. മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന്റെ പരലോക ഗുണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന്റെ പരലോക വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗുണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അകുല്ലു ദുആഇ അല്ലാഹുമ്മ ഗഫിർ ലഹു. ഏറ്റവും ചുരുങ്ങിയ രൂപം അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു അത് ചൊല്ലാനും മതി. വഅൗലഹു മാ റവഹു ഇമാം മുസ്ലിമുൻ ഫി സഹീഹി. ഏറ്റവും ഉത്തമമായത് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയാണ്. ഏറ്റവും ഉത്തമമായത് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയാണ്. റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിനി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസി മദ്ഖലഹു وغسله بالماء والثلج والبرد والنقي من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وادخله الجنة وأعيذه من عذاب القبر ومن عذاب النار. يعنس ضمائر في أنثى ويقول اللهم اغفر له وارحمه. മയ്യിത്ത് സ്ത്രീ ആണെങ്കിൽ സർവനാമങ്ങൾ ളമീറുകൾ മുഅന്നസാക്കണം. ഉദാഹരണം അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹാ വർഹംഹാ പോലെ. യുസന്ന ഫിസ്സലത്തി അല തിഫ്ലി അൻ യസീദ അല ദുആഇൽ മസ്കൂരി ഇൻ കാന അബവാഹു മുഅ്മിനൈനി. മയ്യിത്ത് കുട്ടിയും മാതാപിതാക്കൾ മുഅ്മിനുകളുമാണെങ്കിൽ മേൽ പ്രാർത്ഥനയോടൊപ്പം ഇത് കൂടി പാരായണം ചെയ്യൽ സുന്നത്താണ്. ഏതാണിത്? اللهم اجعله فرة لأبويه والصنفا وذخرا وعظا وإدبارا وشفيا وثقل به موازينهما واصله الصبر على قلوبهما ولا تفتنهما بعد فلا تعلمه أجره. 7.
ഏഴെണ്ണല്ലേ ഉള്ളത്. ഏഴാമത്തത് സലാമുൻ ബഅദ തക്ബീറത്തി റാബി. നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടൽ. നാലാം തക്ബീറിന് ശേഷം നമ്മൾ സലാം വീട്ടും. അസ്സലാമു അലൈക്കും മറത്ത. ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ അസ്സലാമു അലൈക്കും എന്ന് പറയുക. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മറത്തൈനി മുത്തലിഫാത്തു യമീനൻ വശിമാല്. പരിപൂർണമായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു ഓരോ പ്രാവശ്യവും പറയുക. അതാണ് ഏറ്റവും പരിപൂർണമായ രൂപം. തക്ബീറത്തി റാബി യുസന്ന അൻ യഖൂലു അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. നാലാം തക്ബീറിന് ശേഷം സലാമിന് മുമ്പ് ആയ അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന സിക്ർ ചൊല്ലൽ സുന്നത്താണ്. നാലാമത്തെ അൽ മസ്ബൂഖു ഫി സലാത്തി ജനാസ. ജനാസ നിസ്കാരത്തിൽ വൈകി തുടർന്നവയാൾ. ഇദ തഅഖറൽ മുഖ്തദത്തി ആനി തക്ബീരി മാൽ ഇമാമി ഇലാ ഉസ്നി വകബ്ബറൽ ഇമാമി ഉഖ്റ ഖബ്ല അൻ യുകബ്ബിർ ബദലത സലാത്തുഹു. എന്താണ്? ഇമാമിനോട് തുടർന്നയാൾ കാരണമില്ലാതെ ഇമാമിനോടൊപ്പം തക്ബീർ ചൊല്ലൽ വൈകുകയും അയാൾ തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് ഇമാം അടുത്ത തക്ബീർ ചൊല്ലുകയും ചെയ്താൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും. അമ്മാ മസ്ബൂഖി ഫയുകബ്ബിറു യഖ്റഉ ഫാത്തിഹ വയുറാഇ തർതീബ് നഫ്സിഹി വഇൻ കാനൽ ഇമാമു ഫീ ഗൈരി തക്ബീറത്തിൽ ഊലാ. ഇമാമു ഒന്നാമത്തെ തക്ബീറിൽ അല്ലെങ്കിൽ പോലും വൈകി ഇമാമിനോട് തുടർന്നയാൾ തക്ബീർ കേട്ട ഫാത്തിഹ ഓതുകയും തന്റെ നിസ്കാര കർമ്മം പാലിക്കുകയും വേണം. ഫഇൻ കബ്ബറൽ ഇമാമി തക്ബീറത്തുൻ ഉഖ്റ ഖബ്ല ശുറൂഇൽ മസ്ബൂഖി ഫിൽ ഫാത്തിഹത്തി ഔ ഖബ്ല ഇത്മാമിഹാ കബ്ബറ മഅഹു വസഖതത്തിൽ ഖിറാഅത്തി അൻഹു. ഇമാം അടുത്ത തക്ബീർ ചൊല്ലിയാൽ ഇമാമിനോട് തുടർന്ന് അയാൾ തക്ബീർ ചൊല്ലേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ അയാളുടെ ഫാത്തിഹ പാരായണം ഒഴിവാക്കപ്പെടുന്നതാണ്. വൈസാ സല്ലമൽ ഇമാമി അത്തമൽ മസ്ബൂഖി ബഖിയത്തി തക്ബീറത്തി മാൽ അസ്കാരി. ഇമാം സലാം വീട്ടിയ ശേഷം മസ്ബൂഖി ബാക്കിയുള്ള തക്ബീറുകൾ അവയിലെ സിക്റുകളും പൂർത്തിയാക്കേണ്ടതാണ്. ഇമാം സലാം സാധാരണ നമ്മള് നിസ്കരിക്കുന്ന പോലെ തന്നെയാണ്. അജീബ് ചോദ്യോത്തരം ചെയ്യുക. ഉസ്കുർ ശർത്തൈനി മിൻ ശുറൂത്തി തലാത്തിൽ മയ്യിത്ത്. ഉസ്കുർ ശർത്തൈനി മിൻ ശുറൂത്തി തലാത്തിൽ മയ്യിത്ത്. അതിന്റെ ഉത്തരം തഖദ്ദുമു തുഹ്രിൽ മയ്യിത്തി ഫമൻ മാത വതഅസ്സറു തുഹ്റുഹു ഫലാ യുസല്ലു അലൈഹി. 2 ഇല്ലാ യതഖദ്ദമുൽ മുസല്ലി അലാ മയ്യിത്തി ഹാദിരി വലൗ ഫീ ഖബ്രി. ഇതാണ് ഇതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം മാ ഹുവ അഖല്ലു സലാത്തി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാത്തി ജനാസ. അതിന്റെ ഉത്തരം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അതാണ് അതിന്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം മാസാ യഫ്അലു മസ്ബൂഖി ഇസാ കബ്ബറൽ ഇമാമി തക്ബീറത്തുൽ ഉഖ്റ ഖബ്ല ശുറൂഇയ ഫിൽ ഫാത്തിഹ. അതിന്റെ ഉത്തരം എന്താണ്? യുകബ്ബിറു മഅഹു ഇത്മാമു വതസ്കുതുൽ ഖിറാഅത്തുൽ അൻഹ. അതാണ് അതിന്റെ ഉത്തരം.
അല്ലാഹു അലമത്തി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. മിൻ ശുറൂത്തി സലാത്തിൽ മയ്യിത്തി അൻ യകൂനുൽ മയ്യിത്തി മുത്തഹ്ഹിറൻ ബിൽ ഗുസ്ലി അവി തയമ്മുമി. ഇത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. 2 യുജൂസു അൻ യതഖദ്ദമുൽ മുസല്ലി അലാ മയ്യിത്തി ഹാദിരി ഫി സലാത്തി. ഉത്തരം തെറ്റാണ്. 3 ആദത്തു തക്ബീറത്തി സലാത്തി ജനാസ അർബഉ തക്ബീറാത്തി. ഉത്തരം ശരിയാണ്. അടുത്തത് കമ്മി പൂരിപ്പിക്കുക. അർക്കുനു സലാത്തി ജനാസത്തി ഡാഷ്. അതെന്താണ് വരിക? സബ്അത്തുൻ. അർക്കുനു സലാത്തിൽ ജനാസത്തി സബ്അത്തുൻ. 2 ഉറവിയുൻ ലിൽ മയ്യിത്തി ബിഖുസൂസിഹി ബഅദ തക്ബീറാത്തി. അതെന്താ വരിക? സലാസി. 2 ദുആ ഉഖ്റവി ലിൽ മയ്യിത്തി ബിഖുസൂസി ബഅദ തക്ബീറത്തി സുലൂസി. 3 അഖല്ലു ദുആ ലിൽ മയ്യിത്തി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു എന്നാണ്. അഖല്ലു ദുആ ലിൽ മയ്യിത്തി അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു. ഇഖ്തറു സഹീഹി മതാ തുസല്ലു അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സലാത്തി ജനാസ. അവിടെ 3 ഓപ്ഷൻസ്. ടെസ്റ്റ് 1 അലിഫ് ബഅദ തക്ബീറത്തി ഊല, ബാബ് അഖിബ തക്ബീറത്തി സാനിയത്ത്, ജീം ബഅദ സലാമി. അപ്പൊ അവിടെ എന്താണ് ഉത്തരം വരിക? യെസ്, അഖിബ തക്ബീറത്തി സാനിയ. അതിന്റെ ഉത്തരം അഖിബ തക്ബീറത്തു സാനിയ. 2ാമത്തെ ചോദ്യം അകുല്ലു സലാമി ഫി സലാത്തിൽ ജനാസത്തി ഹുവ. 3 ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അലിഫ് അസ്സലാമു അലൈക്കും മറത്തേനി, ബാബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ജീം അസ്സലാമു അലൈക്കും മറത്ത വാഹിദത്ത്. ഇതിലേതാണ് ഉത്തരം? അസ്സലാമു അലൈക്കും മറത്ത് വാഹിദത്തുൻ. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം 3 മാദാ യഫ്ഉലു മസ്ബൂക്കി ഇദ് സലാമിൽ ഇമാമു. അതിന്റെ ഉത്തരം എന്താണ്? 3 ഓപ്ഷൻസ്. അലിഫ് യഖ്റുജു മിൻ സലാത്തി, ബാബ് യുഅദ്ദിമു സലാത്തി, ജീം യുതമ്മിമു ബാഖിയത്ത് തക്ബീറത്തി മാ അസ്കരിഹി. ഉത്തരം ജീം. ഉത്തരം യുതമ്മു ബാഖിയത്ത് തക്ബീറത്തി മാ അസ്കരിഹി. ഇതാണ് അതിന്റെ ഉത്തരം.